ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഈ മിക്സ് വെജിറ്റബിൾ ഉണ്ടാക്കി അവർക്ക് കൊടുത്താൽ അവരുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടുന്നതാണ്. വലിയവർക്കും ഇത് കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഹലോ ഫ്രണ്ട്സ്, കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവിധ പോഷകാംശങ്ങളും അടങ്ങിയ എല്ലാ പച്ചക്കറികളും കൂടി ഇട്ട് ഒരു മിക്സ് വെജിറ്റബിളിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടായപ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന 2 സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള തീരെ ചെറുതായിട്ട് അരിയാതെ ഇതുപോലെ ഒന്ന് വലുതായിട്ട് അരിയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ അതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പച്ചമുളക് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ബീൻസ് ഒരു 5-6 ബീൻസ് മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 ചെറിയ വഴുതനങ്ങ അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 5 അമരയ്ക്ക അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഈ സബ്ജി കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നമുക്ക് ഒരു കഷ്ണം കാബേജ് സ്വല്പം വലിയ കഷ്ണമായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാബേജൊക്കെ വളരെയധികം നല്ലതാണ് കുട്ടികളുടെ ശരീരത്തിനും, വലിയവർക്കും വളരെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് സ്പ്രിങ് ഓണിയൻ ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറിയും കൂടി നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് വേകാൻ വേണ്ടി ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ അത് വേകാൻ വേണ്ടിയുള്ള വെള്ളം അതിലേക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേകാൻ വേണ്ടി വെക്കാം. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ ഇരുന്ന് വേകുന്ന നേരം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ സ്വല്പം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി വെന്തോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ പച്ചക്കറിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ വലിയ എരിയൊന്നും കാണത്തില്ല, കുട്ടികൾക്കെല്ലാം വളരെയധികം നല്ലതുമാണ്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഈ മിക്സ് വെജിറ്റബിൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദുള്ളതാണ്. ചപ്പാത്തി, പൂരി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാനും നല്ല സ്വാദുള്ളതാണ്. ഇനി നമുക്ക് നമ്മൾ ആ തിളപ്പിച്ച് വെച്ചിരുന്ന ആ വെള്ളം സ്വല്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചക്കറികളും നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് പറ്റി കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ
തിളച്ച വെള്ളം ഒഴിച്ചത് നല്ല സ്വാദ് കിട്ടുവാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് അത് എല്ലാം വെന്ത് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. ഇനി നമുക്ക് ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.